അപ്പൊ താങ്കൾ പറയുന്നത് ഞാൻ പ്രൊമോഷൻ ചെയ്യാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കാം. ഞാടെ മുത്ത് നിങ്ങൾ വന്ന് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കൂല. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടുന്നു, ഒരു പണിയും വലിയും കൂലിയില്ലാതെ അവിടെ ഇരുന്ന് കമന്റ് ഇടുമ്പോൾ ഞാനത് എൻ്റെ ബിസിനസ്സും ആക്കി വിജയകരമാക്കി ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. അത് എൻ്റെ കഴിവ് മുത്തേ. അതിൽ നിന്റെ കഴിവ് കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ പ്രൊമോഷൻ ചെയ്തിട്ട് ബിസിനസ് ഉണ്ടാക്കണോ ചെയ്യാണ്ട് ബിസിനസ് ഉണ്ടാക്കണോ നമുക്കറിയാം. നമ്മളിത് ചെയ്തിട്ടല്ലേ, നമ്മളിത് ചെയ്ത് വിജയിച്ച ആൾക്കാരായതുകൊണ്ട് പറയുന്നത്. ഇത് എങ്ങനെ സെയിലാക്കണോ നമുക്കറിയാം. ഞാൻ പ്രൊമോട്ട് ചെയ്യും, ഇനിയും പ്രൊമോട്ട് ചെയ്യും, കമന്റ് ബോക്സ് ഓഫ് ചെയ്യില്ല. ഞാൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇനി എത്ര വേണമെങ്കിലും കമന്റ് കിട്ടും. ആ കമന്റാണ് ഞാൻ എൻ്റെ വിജയമായിട്ട്, ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി എടുക്കാൻ എനിക്കറിയാം. ഓക്കെ, അപ്പം നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് എന്താ പറയുക ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യേണ്ട മുത്തേമ. ആ പ്രൊമോട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് അറിയില്ല കറലേ. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് തന്നെയാണ് ഏജിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം വിറ്റ് പോയിട്ടുള്ളത്. ആൾക്കാർ വാങ്ങി യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മാഷാ അല്ലാ ആംപിറ്റ് ബ്രൈറ്റനിങ് ക്രീമിന് നമുക്ക് നല്ല റിവ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ആൾക്കാരുടെ അടുത്ത് ഏജിൻ്റെ ആംപിറ്റ് ബ്രൈറ്റനിങ് ക്രീം ഉണ്ട് എന്ന് അറിയുന്നത്, അവ ആൾക്കാർ വാങ്ങുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് വേണമെന്നുള്ള ആൾക്കാർ പ്രൊഫൈൽ വാട്സപ്പിൽ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തോ മെസ്സേജ് ഓർഡർ ചെയ്യുക. കേടുള്ള ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് ഇട്ടോ അതിട്ട് വിജയിക്കാൻ നമുക്കറിയാം. അപ്പോൾ വേണ്ട ആൾക്കാർ മേക്കോ തേച്ച ആംപിറ്റെല്ലാം നല്ല ക്ലീൻ ആയിട്ട് നല്ല സെറ്റായിട്ട് പാറട്ടെ.